മെയ് 19-നാണ് കൂരിയാട് ദേശീയപാത 66-ന്റെ ഭാഗം ഇടിഞ്ഞു താണത്. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പലയിടത്തും ദേശീയപാത 66 തകർന്നിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്കലിലും ചെമ്മട്ടം വയലിനുമിടയിലെ സർവീസ് റോഡ് ഇടിഞ്ഞു താന്നു. ഇതേ ഭാഗത്ത് ദേശീയപാതയിൽ 20 മീറ്ററോളം നീളത്തിൽ വലിയ വിള്ളലുണ്ടായി. തൃശൂർ ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ അടിപ്പാതയുടെ മുകളിലെ പാലത്തിന് 50ഓളം മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദേശീയപാതയോട് ചേർന്ന് കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ തടയാൻ സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗത്ത് വിള്ളലുണ്ടായി. മലയിടിച്ചാണ് ദേശീയപാത നിർമ്മിച്ചത്. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മണ്ണും ചെളിവെള്ളവും സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തി. കാഞ്ഞങ്ങാട്ട് സർവീസ് റോഡ് തകർന്നതിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇവിടെ ഓവുചാൽ പണികൾ പൂർത്തിയായിരുന്നില്ല. മഴയത്ത് കുത്തിയൊലിച്ച വെള്ളത്തിൽ റോഡ് ഇടിയുകയായിരുന്നു. ചാവക്കാട് മണത്തലയിൽ പാലത്തിന്റെ ടാറിംഗ് പൂർത്തിയായ ഭാഗത്താണ് ആഴത്തിൽ വിള്ളലുണ്ടായത്. വീണ്ടും ടാറിട്ട് വിള്ളൽ അടയ്ക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സംഭവത്തെ തുടർന്ന് പലയിടത്തും നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണത്തിലുള്ള ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയപാതയുടെ നിർമ്മാണത്തിലുള്ള DPRൽ പ്രീണനത്തിന്റെ ഭാഗമായി അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു. DPR അട്ടിമറിച്ചത് എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണെന്നും കണ്ടെത്തണമെന്നും അതിൽ അന്വേഷണം നടക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായി ചിലത് മാറ്റി. റോഡിടിഞ്ഞ ഭാഗത്തെ പറ്റി പറയുന്നത് എന്താണ്? ഇത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല. റോഡ് നിർമ്മാണത്തിന് DPR 1 ഉണ്ടായിരുന്നു. അത് പിന്തുടർന്നു. DPR 1 മാറ്റി DPR 2 അതുപോരാതെ DPR 3ലേക്കും പോയത് എവിടെയാണ്? വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? വിഷയത്തിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല. യഥാർത്ഥ DPRകൾ ഉണ്ടായിരുന്നു. അത് ആർക്കു വേണ്ടി മാറ്റി? ഇതെല്ലാം അന്വേഷിക്കണം. അട്ടിമറി ഉണ്ടായതിന് പിന്നിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാർ ചികിത്സയിലാണ്. പിന്നാലെ നിർമ്മാണ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ കേന്ദ്ര സർക്കാർ വിലക്കി. പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയർ കൺസൾട്ടന്റ് കമ്പനിക്കും വിലക്കുണ്ട്. ഇതിനു പുറമെ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡി, കൺസൾട്ടന്റ് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. വിലക്കിയതോടെ KNR കൺസ്ട്രക്ഷൻസിന് ഇനി ദേശീയപാത ടെൻഡറുകളിൽ പങ്കെടുക്കാനാവില്ല. സംഭവത്തിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഡൽഹി IITയിൽ നിന്നും വിരമിച്ച പ്രൊഫസർ GV റാവുവിൻ്റെ നേതൃത്വത്തിൽ മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ഇവരുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത്. വിദഗ്ധ സംഘം വിശദമായ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും സംഘം പരിശോധിക്കുമെന്നാണ് വിവരം. അതേസമയം ദേശീയപാത 66 നിർമ്മാണത്തിനിടെ തകർന്ന സംഭവം ദൗർഭാഗ്യകരമെന്നും എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അതോറിറ്റി അന്വേഷണം നടത്തി കണ്ടെത്തണമെന്നും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പല പ്രതിസന്ധികളും മറികടന്നാണ് ദേശീയപാത നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നത്. നിർമ്മാണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നപ്പോൾ ദാ കിട്ടിപ്പോയെന്ന് പറഞ്ഞ് UDF നേതാക്കൾ ചാടി വീഴുകയാണ്. അവർ റോഡ് തകർച്ച ആഘോഷമാക്കി മാറ്റുകയാണ്. കോവിഡ് കാലത്തും പ്രതിപക്ഷം ഇതേ നിലപാടിലായിരുന്നു. ഭരിക്കുമ്പോൾ ദേശീയപാത നിർമ്മാണം നടപ്പാക്കാൻ ത്രാണിയില്ലാത്തവരാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. മായാവി സിനിമയിലെ മമ്മൂട്ടിയെപ്പോലെ ചെയ്യുന്നതെല്ലാം അദൃശ്യമാക്കാൻ പറ്റില്ല. സർക്കാർ ചെയ്യുന്നത് ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി പ്രവർത്തകർ സ്വയം മാധ്യമ പ്രവർത്തകരാകും. സർക്കാർ പരസ്യം നൽകും, റീൽസ് തയ്യാറാക്കി ഷെയർ ചെയ്യുകയും ചെയ്യും. മുഖ്യമന്ത്രി കൃത്യമായ ഏകോപനം നടത്തുന്നുണ്ട്. തകർന്ന റോഡിലെ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രശ്നമടക്കം ഓരോ ഘട്ടത്തിലും യോഗം ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പദ്ധതി കൃത്യമായി പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് സംസ്ഥാനത്തിന്റെ താൽപ്പര്യം. എന്തൊക്കെ വീഴ്ചകളുണ്ടോ അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി മന്ത്രി റിയാസ് പറഞ്ഞു.
അതേസമയം മലപ്പുറം കൂരിയാട് പാത ഇടിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. നിർമ്മാതാക്കളുടെ അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം ഇതിന്റെ പരിഹാര പ്രവർത്തികൾ നിർമ്മാതാക്കളായ KNR കൺസ്ട്രക്ഷൻസിന്റെ ചെലവിൽ തന്നെ നടത്തുമെന്നും അറിയിച്ചു. നിർമ്മാതാക്കൾക്കെതിരെ ദേശീയപാത അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചതായും നിലവിലെയും ഭാവിയിലെയും ലേലങ്ങളിൽ പങ്കെടുക്കുന്നതിന് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡിന് വിലക്ക് ഏർപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂസ്ഥിതി പരിശോധിച്ചുറപ്പിക്കുന്നതിലും ഭൂപ്രദേശത്തിന്റെ വാഹകശേഷി മെച്ചപ്പെടുത്തുന്നതിലും നിർമ്മാതാക്കൾ കാണിച്ച അശ്രദ്ധ മൂലമാണ് രാമനാട്ടുകര വളാഞ്ചേരിയിൽ പാതയിലുണ്ടായ സംഭവമെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നു. നിർമ്മാതാക്കളായ KNR കൺസ്ട്രക്ഷൻസിന് നിലവിലെയും ഭാവിയിലെയും ലേലങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത് കൂടാതെ പദ്ധതിയുടെ കൺസൾട്ടന്റും സ്വതന്ത്ര എഞ്ചിനീയറുമായ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിനെയും നിലവിലെയും ഭാവിയിലെയും ലേലങ്ങളിൽ നിന്ന് വിലക്കി. നിർമ്മാണ കമ്പനിയുടെ പ്രൊജക്ട് മാനേജറെയും കൺസൾട്ടന്റ് കമ്പനിയുടെ ടീം മേധാവിയെയും ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം നേരിടുന്നതിനാവശ്യമായ പരിഹാര പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സംഭവത്തിന്റെ കാരണം വിശകലനം ചെയ്യുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനും ഡൽഹി IITയിൽ നിന്ന് വിരമിച്ച പ്രൊഫസറുടെ മേൽനോട്ടത്തിൽ 2 വിദഗ്ധരടങ്ങുന്ന സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിലും ചെലവിലും പരിഹാര പ്രവർത്തികൾ നടത്തും. കൂടാതെ സംസ്ഥാനത്തെ മറ്റ് പദ്ധതികൾ സ്വീകരിക്കാവുന്ന നടപടികളും വിദഗ്ധ സംഘം നിർദ്ദേശിക്കും. മറ്റ് പദ്ധതികളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കും. റോഡിന്റെ ഉയർന്ന ഭാഗം താങ്ങാൻ അടിത്തറയിലെ മണ്ണിന് കഴിയാത്തത് മൂലമുണ്ടായ മണ്ണിടിച്ചിലാണ് തകർച്ചയുടെ കാരണമെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തലെന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അതേസമയം കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ രൂക്ഷ പ്രതികരണവുമായി സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ഈ പാലങ്ങളും റോഡുകളുമൊക്കെ പൊളിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശമ്പളത്തിൽ നിന്നോ തികയില്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് മുതലാക്കാനും നിയമം വരണമെന്ന് ജൂഡ് ആവശ്യപ്പെട്ടു. എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. ഇതിപ്പോൾ ജനങ്ങളുടെ നികുതി പണമല്ലേ, ആര് ചോദിക്കാനാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ അടിയന്തര കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി യോഗം വിളിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായും വിദഗ്ധരുമായും വിഷയം അവലോകനം ചെയ്യും. വീഴ്ച ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലെയും റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പരിഹസിച്ച് മുരളീധരൻ. ദേശീയപാതയ്ക്ക് ഇതുവരെ 2 പിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്, പൊളിഞ്ഞപ്പോൾ അനാഥമായി എന്നാണ് മുരളീധരന്റെ പരിഹാസം. ദേശീയപാതയ്ക്ക് ഇതുവരെ 2 പിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കേന്ദ്രത്തിന്റെ ഗഡ്കരിയും 2 പിണറായി വിജയൻ. ഈ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയപാത തങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വഴിനീളെ ഫ്ലെക്സ് ആയിരുന്നു. ഫ്ലെക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യാതെയായിരുന്നു. പക്ഷേ 1ഉം 2ഉം ഭാഗങ്ങൾ തകർന്നപ്പോൾ പിതാക്കന്മാരില്ലാത്ത അനാഥാലയത്തിലേക്ക് ദേശീയപാത ചെന്നെത്തിയിരിക്കുകയാണെന്ന് കൂടി മുരളീധരൻ പരിഹസിച്ചു. തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണമാണിതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ചിത്രം പരിശോധിക്കാതെയാണ് ഈ നിർമ്മാണത്തിന് ദേശീയ അതോറിറ്റി നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യയിലെ അവസ്ഥയല്ല കേരളത്തിൽ. ഇവിടെ നിരന്തരമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടാണ് റോഡ് പൊക്കുന്നത്. അങ്ങനെ പൊക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 2 സർക്കാരുകളും മത്സരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം റോഡ് തകരുന്നത് എന്നുകൂടി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ദേശീയപാതയിൽ സഞ്ചരിക്കാൻ ധൈര്യം പോരാ എന്നും സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. നിർമ്മാണം പൂർണ്ണമായും പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉദ്ഘാടനത്തിനുള്ള ഡേറ്റ് അല്ല തീരുമാനിക്കേണ്ടത്, മനുഷ്യന് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്. ആ കാര്യത്തിൽ 2 സർക്കാരുകളും ഉത്തരവാദിത്തമുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാതയുടെ A മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.
നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മറ്റൊരർത്ഥത്തിൽ LDFന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നുവെന്നും പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള LDF പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. ആരോഗ്യരംഗത്ത് രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ LDFൻ്റെ പ്രശ്നമാണെന്ന് ചിലർ രംഗത്ത് വരുന്നുണ്ട്. ശരിയാണ്, അവർ ഇട്ടുവെച്ചുപോയ ഒരു പണി നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാം. ആ ഉത്തരവാദിത്തം നാടിൻ്റെ മുന്നോട്ടുപോക്കിനും ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.